ഞാനിപ്പോ ഇങ്ങനെ കുറെ ചിന്തിച്ചു നോക്കി. കുറെ കവുങ്ങ് ഇതെല്ലാം മുറിച്ചു കൊണ്ടുവന്നിട്ട് കുറെ ചെറുപ്പക്കാർ, നമ്മളെ ചെറുപ്പക്കാരാണ്, വിവരമില്ലാത്തത് കൊണ്ടായിരിക്കും. അള്ളാഹു തആല എല്ലാരെയും നന്നാക്കട്ടെ, നല്ല ചിന്ത കൊടുക്കട്ടെ. വലിയ കവുങ്ങൊക്കെ മുറിച്ചു കൊണ്ടുവന്നിട്ട് 600-ഉം 700-ഉം ഒക്കെ അടി വിസ്താരമുള്ള വലിയ ഫ്ലക്സ് ബോർഡ്. എന്നിട്ട് ഒരു ഫോട്ടോ, ഒരു പന്തെല്ലാം കൈ പിടിച്ചിട്ട് ഇവന്റെ കാരണം പറയണ്ട കളിക്കുന്നത്. പോട്ടെ ഇവന്റെ നാട്ടുകാരനാ, ഇവന്റെ മഹല്ലത്തിൽപ്പെട്ട ആളാ, പോട്ടെ ഓന്റെ സംസ്ഥാനത്തിൽപ്പെട്ട ആളാ, പോട്ടെ ഓന്റെ രാജ്യത്തിൽപ്പെട്ട ആളാ, എന്ത് ബന്ധമാണോ അവനോട്? എന്ത് ബന്ധമാണ്? ഞാനും നിങ്ങളും ഇവിടെ ഒരു ബോർഡ് സ്ഥാപിച്ചത് കൊണ്ട് ഇവൻ കാണുമോ? ഓനറിയോ? അപ്പൊ ഉള്ളിലുള്ള ഒരു താല്പര്യം, സ്നേഹമല്ലത്. ഈ സ്നേഹം നിന്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. ചെറുപ്പക്കാരാ, മുസ്ലിം ചെറുപ്പക്കാർ, മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ റസൂലിനോട് സ്നേഹമുണ്ടോ? റസൂലുള്ളാഹിന്റെ ജന്മമാസം വന്നിട്ട് ഒരു തോരണം എടുക്ക് കെട്ടുമ്പോഴത്തേക്ക് അതിനെതിരായി പ്രസംഗിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ടാവും. ഇതിനാരില്ല. ലക്ഷക്കണക്കിന് ഉറുപ്പിക, 1000 രൂപ, 1000 എന്നല്ല, ലക്ഷക്കണക്കിന് ഉറുപ്പിയാണ് പല സ്ഥലത്തും ഈ ബോർഡ് സ്ഥാപിക്കാൻ വേണ്ടി പൂർത്തടിക്കുന്നത്. എത്ര രോഗികളാണ് മെഡിസിൻ വാങ്ങാതെ അലയുന്നത്? എത്ര പേരാണ് ഒരു നേരത്ത് ഭക്ഷണം കിട്ടിയ രണ്ടാമത്തെ നേരം ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടക്കുന്നത്? ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത എത്ര ആളുണ്ട്? വീട് വെക്കാൻ കഴിയാതെ കുടിയിൽ താമസിക്കുന്ന എത്ര ആളുകളുണ്ട്? നനഞ്ഞൊലിക്കുന്ന എത്ര ആളുകളുണ്ട്? അവിടെ എവിടെയൊക്കെ പോയി കിടക്കുന്ന ആളുകൾ എത്രയുണ്ട്? ഒന്നിനും കേട്ടില്ല. യുദ്ധം തുടങ്ങിയേക്ക്, ഹോർമോസ് അടച്ചേക്ക്, അങ്ങനെ അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് പല ഇതും പറയും. ഇങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല, എല്ലാവരും പൈസ. അതുകൊണ്ട് ആക്ഷേപിക്കുന്നതല്ല, കുറ്റപ്പെടുന്നല്ല, വൈരാഗ്യവും വാശിയൊന്നല്ല. നമ്മൾക്ക് അല്ലാഹു തആല തന്ന ബ്രെയിൻ കൊണ്ട് നമ്മൾ ചിന്തിക്കണം, നമ്മൾ എടുക്കുന്ന പണി എന്താ.